ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് രാവിലെ ഇതാട്ടോ നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ ജപ്പാൻ വെള്ളം ഉണ്ട്. പിന്നെ ജപ്പാൻ വെള്ളം രാവിലെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. തലേദിവസം രാത്രി വന്നിട്ട് ഇന്ന് രാവിലേക്ക് നിന്നിരിക്കണു. പിന്നെ നമ്മുടെ പഞ്ചായത്ത് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 6:30 ആകുമ്പോഴേക്കും വെള്ളം വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നാൽ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്നിട്ട് അലക്കിയിടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്ന കുട്ടിയുടെ തുണികളും ഞങ്ങളുടെ തുണിയൊക്കെ എല്ലാവരുടെയും തുണികളൊക്കെ അലക്കിയിട്ടു കേട്ടോ. പിന്നെ ഒരു ചവിട്ടി തുണി ഉണ്ടായിരുന്നു, നമ്മുടെ ഉമ്മർത്തിരുന്ന ചവിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചധികം ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് സോപ്പ് പൊടിയിലിട്ട് വെച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് നേരം സോപ്പ് പൊടിയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ബക്കറ്റ് ഇത്തിരി വെള്ളം നിറച്ചിട്ട് ഞാനത് അതിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് സോപ്പ് പൊടി ഇട്ടിട്ടാട്ടോ ഇട്ട് വെച്ച് കുറച്ച് നേരം. പിന്നെ അതാ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തുണി അലക്കിയ ഒരുപാട് കുറേ പാത്രങ്ങളുണ്ടല്ലോ. അതൊക്കെ ഒന്ന് ചെളിയായതൊക്കെ ഒന്ന് ഒലമ്പി പിഴിഞ്ഞ് കയ്യും കാലൊക്കെ കഴുകി എന്നിട്ട് നിന്നെ നേരെ തറവാട്ട് വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ അപ്പോൾ ഈ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ പുതിയ വീടിൻ്റെ ഉമ്മർത്ത് ഒരു കല്ലിട്ടിട്ട് ഇവിടെ പൈപ്പ് വെള്ളവും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അലക്കാറ്. അപ്പം ഇതാ വലിയമ്മായി ഇതാ. അപ്പം ഞാൻ സോപ്പ് പൊടിയിലിട്ടത് അമ്മായി അത് തല്ലിയെടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മായി അത് തല്ലിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള വെള്ളമൊക്കെ എല്ലാവർക്കും ഏട്ടനും കുളിക്കണം എനിക്കും കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് കൊണ്ടുപോയി ഒഴിച്ചു കേട്ടോ. അവിടുത്തെ വീട്ടിലത്തെ ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചു. ബാക്കിയുള്ള വെള്ളം ഇനി രാജീവേട്ടനൊക്കെ ആരെങ്കിലും വരികയെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ അലക്കാലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി ബാലൻസ് വെള്ളം ആ വലിയ ബക്കറ്റിൽ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അത് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, വെള്ളം നിന്നിട്ടുമില്ല. അപ്പോൾ എന്നിട്ട് വേഗം ഉള്ള പാത്രങ്ങളിൽ കൂടെയൊക്കെ വെള്ളം നിറച്ച് വെച്ചു കേട്ടോ. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം, പാത്രം കഴുകാനൊക്കെ എടുത്തും കൊണ്ട് പോകാമല്ലോ. എന്നിട്ട് ഇങ്ങനെ ഈ കടലാസിൻ്റെ അട്ടപ്പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ അടുക്കി അടച്ച് വെച്ചു കേട്ടോ. പിന്നെ ആ വലിയ ബക്കറ്റിൽ നിറഞ്ഞപ്പോൾ വലിയ ബക്കറ്റിൽ പിന്നെ അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ എന്താണെന്ന് പറയുക, ഇത് ചെറിയ ഇതിൽ പാത്രത്തിലേക്ക് അങ്ങനെ നിറച്ച് വെച്ചാൽ പിന്നെ ആ വെയിൽ വരുമ്പോൾ പ്ലാസ്റ്റിക് പാത്രമല്ലേ കേട് വരേണ്ട പറഞ്ഞിട്ട് അങ്ങനെ അതിലത്തെ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അങ്ങനെ അലക്കലും പാത്രങ്ങളൊക്കെ ഒലമ്പി വെക്കലും എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇതാ നേരം കിട് പോകുന്നു കേട്ടോ. അപ്പോൾ അത് അച്ഛനും മോളും അവിടെ ഇരുന്നിട്ട് കളിക്കണം, ഉമ്മർത്തിരുന്നിട്ട്. അങ്ങനെ ഒരു ഏട്ടന് കുളിയൊക്കെ കഴിഞ്ഞൊരു പോയി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴാട്ടോ ഇന്ന് ഏട്ടന്ന് വെള്ളപ്പയർ മേടിച്ചിട്ട് വന്നു. എന്നും നമ്മുടെ അവിടെ സാമ്പാറല്ലേ, അപ്പം ഒന്നൊന്ന് മാറ്റിപ്പിടിച്ചു കേട്ടോ, മൊത്തത്തിലൊന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇതാ ഞാനും തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവൾക്ക് കോറയൊക്കെ അരച്ച് വെച്ചിട്ടാട്ടോ ഞാൻ കുളിക്കാനൊക്കെ പോയത്. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അടിച്ചു തുടച്ചതൊക്കെ കേട്ടോ. അല്ലെങ്കിൽ ആകെ ഇനി സമയം കിട്ടില്ല. അപ്പോൾ രാജീവേട്ടൻ വരുമ്പോഴത്തേന് കുളിക്കും വേണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. പിന്നെ ബാത്റൂം ഒഴിവുണ്ടായില്ല. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുട്ടിക്ക് കോറ കൊടുക്കലും നമ്മളെ കുളിപ്പിക്കലും അങ്ങനെ കറി വയ്ക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒക്കെ നേരം ഒഴുകും. ഉള്ള സമയം കൊണ്ട് വേഗം പോയി കുളിച്ചു വന്ന് അതിന് ശേഷം വന്നിട്ടാണ് അടിച്ചുവരലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൈകാലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കി. വലിയമ്മായിക്ക് എന്തോ കുമ്പളങ്ങ കറിയൊക്കെ തോന്നിട്ട് അവർക്ക് ചെറിയ അമ്മായിക്കൊക്കെ വയ്ക്കുകയാണ്. അവർക്ക് ആ കറിയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവരത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം കുക്കറിൽ പിന്നെ കുട്ടിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി അവൾക്ക് കഴിക്കാൻ കൊടുത്തു, അവളെ കുളിപ്പിച്ച് അവളെ കിടത്തി ഉറക്കിയിട്ടാണ് കേട്ടോ. പിന്നെ കുക്കറിലാണ് കേട്ടോ വെള്ളപ്പയറൊക്കെ വെച്ചത്. വെള്ളപ്പയറും തക്കാളിയും ഇട്ടിട്ട് തേങ്ങ അരച്ച് വെക്കുന്നത് രാജേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് വെക്കുക. പിന്നെ കൊത്താമര ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടൻ. അപ്പോൾ അത് ഉപ്പേരിയും വെക്കാറുണ്ട്. അമ്മ അത് നുറുക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ അവിടെ നുറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിരിക്കും, അത് ഇനി അടുപ്പത്ത് വയ്ക്കണം, ഇനി കറി ആയിട്ടുള്ളൂ, ഇനി അത് അടുപ്പത്ത് വയ്ക്കാനെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ, പുതിയ ഫ്രണ്ട്സുകളൊക്കെ കാണുന്നുണ്ട്. അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എന്ന് എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ചേച്ചിമാരൊക്കെ നമ്മുടെ കോൺടാക്ട് നമ്പറും മറ്റും ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ നമുക്കൊരു പ്രൈവറ്റ് നമ്പറായിട്ട് ഇങ്ങനെ ബിസിനസ് അക്കൗണ്ടായിട്ടൊന്നൊരു നമ്പർ എടുത്തിട്ടില്ല. അപ്പോൾ അത് എടുത്തിട്ട് രാശിയായിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം, നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഒരാഴ്ച 1.5 നമ്മൾ അതൊക്കെ ക്ലിയർ ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ സാമ്പാറല്ല ഇന്ന്, സാമ്പാറെന്നൊക്കെ മാറ്റി പിടിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കടലക്കറി ആയി, പിന്നെ കൊത്താമര തോരനായി, പിന്നെ ഇന്ന് ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാന്തള മീനാണ് ഇപ്പോൾ ഏട്ടന് ഈ മുട്ട ചൂട് കാരണം മുട്ടയൊന്നും ഇപ്പോൾ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അധികവും ഇതാണ് കഴിക്കുന്നത് കേട്ടോ, ഉണക്കമീനെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോറും കറിയൊക്കെ ആയി. രാജേട്ടൻ വന്ന് ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു, അമ്മയ്ക്കും ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ നമ്മുടെ ഈ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ധ്വനി ബേബിക്കുള്ള കുറുക്കനുള്ള പിന്നെ കോറയൊക്കെ നമ്മൾ വെള്ളത്തിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.